വാക്സിനേഷൻ മിസ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? കോവിഡ് ലോക്ക്ഡൗണും എല്ലാം വന്നു കഴിഞ്ഞ ശേഷം പല കുട്ടികളുടെയും വാക്സിനേഷൻ ഇടയ്ക്ക് വെച്ച് മിസ്സായിട്ടുണ്ട്. പേരൻസിന് വളരെ അധികം കൺസേൺ ഉള്ളൊരു കാര്യമാണ്. ഇനിയിപ്പം മിസ്സായി, ഇനി ഈ പ്രായം അധികമായി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുമോ, സമയം കഴിഞ്ഞു പോയി, ഇനി അങ്ങനെ വാക്സിൻ എല്ലാം കൂടെ ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ ആദ്യം ഒരു ഡോസ് എടുത്തിട്ട് രണ്ടാമത്തെ ഡോസ് എടുക്കാത്തതുകൊണ്ട് ഇനി വീണ്ടും തുടങ്ങണോ? ഇങ്ങനെയെല്ലാം പല പല സംശയങ്ങളുണ്ട്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പീഡിയാട്രിഷ്യനുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യണം. കുഞ്ഞിന് വാക്സിനേഷൻ മിസ്സായി, അപ്പം മുമ്പോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന്. മിക്കവാറും എല്ലാ വാക്സിൻ്റെയും പ്രത്യേകത, ഇപ്പോൾ ഫസ്റ്റ് ഡോസ് എടുത്തു അല്ലെ 2 ഡോസ് എടുത്തു, ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ടെങ്കിൽ ആ ഡോസും കൂടെ എടുത്താൽ മതിയാവും മിക്കവാറും. അല്ലാതെ ആദ്യം തൊട്ട് വീണ്ടും തുടങ്ങേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഇപ്പം 1 വയസ്സ് വരെയുള്ള വാക്സിൻ എടുത്തു, ഇപ്പം കുഞ്ഞിന് 2.5 വയസ്സായി, ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പം ബാക്കിയുള്ള വാക്സിൻസ് നമ്മൾ പീഡിയാട്രിഷ്യനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പുതിയൊരു ഷെഡ്യൂൾ ഉണ്ടാക്കാം. ക്യാച്ചപ്പ് വാക്സിനേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് WHO പറഞ്ഞതനുസരിച്ചും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ റെക്കമെൻഡേഷനും ഉണ്ട്, പീഡിയാട്രിഷ്യൻസ് ഗ്രൂപ്പിൻ്റെ റെക്കമെൻഡേഷനും ഉണ്ട്. ഇതെല്ലാം അനുസരിച്ച് നിങ്ങളുടെ ഡോക്ടർ തന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ഇനി മുമ്പോട്ട് എടുക്കാൻ പറ്റുന്ന വാക്സിനേഷൻസ് എത്ര കാലയളവിനുള്ളിൽ എത്ര ഗ്യാപ്പിനുള്ളിൽ എടുക്കാൻ പറ്റും, ഇന്ന ഓരോ മാസം ഗ്യാപ്പിൽ ഓരോന്നായി എടുത്ത് തീർക്കാം എന്നുള്ളത് അവർ അഡ്വൈസ് ചെയ്യുന്നതനുസരിച്ച് എടുക്കുക. അല്ലാതെ വാക്സിൻ മിസ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല കുഞ്ഞിന്.